ഹായ് ഗായ്സ്. അങ്ങനെ ഏറെ നാളിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരു ഫുഡ് പ്രിപ്പറേഷൻ വ്ലോഗുമായി. അതെ ഫുഡ് പ്രിപ്പറേഷൻ കം ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതായത് ഇപ്പം കേരളത്തിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിടക്കുകയാണ്. മറ്റേ ചന്ദനമരം, ഗുൽജാർ സോഡയൊക്കെ പോലെ ഇപ്പൊ ബൺ മസ്കയും ഇറാനി ചായ. നമ്മൾ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. അതെ, ഇത് നമ്മളുടെ ആദ്യത്തെ ചുവടുവയ്പ്. എല്ലാരെയും പോലെ നമ്മളും കോപ്പി അടിച്ച് ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കും അതെല്ലാം നമ്മൾ കോപ്പി അടിക്കും. അപ്പം കേരളത്തിൽ എനിക്ക് മുക്കിന് മൂലയിൽ ഈ കട ഉണ്ട്. നമ്മളിപ്പോ രാത്രി നോക്കിയപ്പോ ഒരു കടയേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ബണ്ണ് തീർന്നു. അതെ, രാത്രി നോക്കിയപ്പോ ഇല്ല. അപ്പോഴും നമുക്ക് രാത്രി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തുറന്ന് കിടക്കുകയാണ്. അതെ, എല്ലായിടത്തും അടയ്ക്കുമ്പോൾ നമ്മൾ തുറക്കും. ട്രിവാൻഡ്രത്തിൽ ഇത് കുറവാണെന്ന് തോന്നുന്നു. ബാക്കി തിരുവനന്തപുരത്ത് കുറെ ഉണ്ട്, തീർന്നു കാണൂടാ, തീർന്നു കാണും. എന്നാലും കുറെ ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ രസമുള്ളൂ. നമുക്ക് ഒരു കടയിൽ പോയി ഇത് ട്രൈ ചെയ്യാം ആദ്യം. പഠനം അതെ, അനാലിസിസ് നമ്മൾ ഫസ്റ്റ് ചെയ്യും, ഗ്രൗണ്ട് വർക്ക് ഒക്കെ ചെയ്ത് നമ്മൾ നല്ല പ്രിപ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടേ എല്ലാം ചെയ്യും. ഭയങ്കര തിരക്ക്. അപ്പോ സ്റ്റിങ് ഓപ്പറേഷൻ ആയിരിക്കും എല്ലാം. ഉല്ലാസം എല്ലാം എടുക്കണം, എടുക്കണം. ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ? നമുക്ക് പേപ്പറിൽ എഴുതിയാൽ പോരെ. ഇവിടെ വേറെ ഉണ്ടടാ, നമുക്ക് സാധാ മതി. നമ്മൾ വിചാരിച്ച പോലല്ലേ, ഇവിടെ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ലൈറ്റ് വേണം കേട്ടോ, ഈ സീരിയൽ ലൈറ്റ് ഇവിടെ കുറവാണ്. അത് നാളത്തേക്ക് ശരിയാവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ ഉണ്ട് ക്രിസ്മസിന്റെ. നമ്മൾ മൊത്തം ലൈറ്റ് ആയിരിക്കും, ഒരുപാട് കിട്ടിയല്ലേ. ഇതൊക്കെ ഉപയോഗിക്കാം. ഒരുപാട് ലൈറ്റ് ഉണ്ട്. വലിയ സ്റ്റുഡിയോ ലൈറ്റ് ഒക്കെ അടിച്ചാലോ റോഡിൽ തിളങ്ങി നിൽക്കും നമ്മള്. പിന്നെ കാറിൽ നമുക്കൊരു പഞ്ഞമില്ല, രണ്ട് കാറില്ലേ. ബിയാന്റെ അവര് ഇത് എടുക്കാം, അഖിലേഷിനെ വിളിക്കാം, എത്ര കാറുകൾ. അപ്പൊ 3 ബ്രാഞ്ച് തുടങ്ങണം ഇപ്പോഴേ. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒരു മൾട്ടി ബ്രാഞ്ച് തുടങ്ങി. ഏറെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ബൺമസ്കയും ചായയും കിട്ടി. പക്ഷെ ഒരു ഡിസപ്പോയിന്റ് ആണ് കാര്യം, ചായ നോക്കൂ, വളരെ കുറച്ച് ചായ അര ഗ്ലാസേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നാളെ പരിഹരിക്കും. നല്ല ജാറല്ല, നല്ല ഇത്തിരി കൂടെ നല്ല വലിയ കപ്പിലായിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ചു, നമ്മൾ ബിസിനസ് പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിലായത് ആളുണ്ടല്ലേ. ബിസിനസ് വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. ചായ ഇങ്ങനെ കൊടുക്കുന്നത് ആക്ച്വലി ബിസിനസിനെ ബാധിക്കും. കാരണം ഇത് മുക്കിയാണ് കഴിക്കാനുള്ളത്. ഇത് മുക്കാൻ പറ്റില്ല കൈ. നമുക്ക് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഈ ബൺ മസ്ക് എടുത്തിട്ട് നമ്മൾ ചായയിൽ മുക്കി, അങ്ങനെയാണ് പ്രമാണം. ഇങ്ങനെ എടുക്കുക. ചായ ഒട്ടുമില്ല, അര ഗ്ലാസ് ചായയാണ് അവർ തരണം. അത് കുറച്ച് മാറ്റണം കേട്ടോ. കൊള്ളാമോ? ബണ്ണ് കഴിച്ചോട്ടെ. ആദ്യം ബൺ മസ്ക് അല്ലാതെ കഴിച്ചോട്ടെ. ചായയും ബണ്ണും കൂടെ ഒരു കഴിച്ചപ്പോ ഒരു ചായയിൽ ബണ്ണ് നോക്കിയപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. ചായ നിങ്ങള് അര ഗ്ലാസ് നിന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ഫുള്ള് 20 ഗ്ലാസ് ചായക്ക് വാങ്ങുകയാണെങ്കിൽ ഫുൾ ഗ്ലാസ് ചായ കൊടുക്കുക. അല്ലാതെ ഈ പകുതി നിങ്ങൾ പിടിച്ചിട്ട് ഇതേ ചെറിയ ഗ്ലാസ്, ഇതിന് പകുതി ഗ്ലാസ്സിൽ എങ്ങനെയാണ് കഴിച്ചത്? ഇതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല, നമ്മൾ ബിസിനസ് ഇവർക്ക് കാണിച്ചു തരും. ഓക്കെ, അങ്ങനെ ഏറെ പണിപ്പെട്ട് നമ്മൾ ബിസിനസ് സ്റ്റഡി നടത്തി, ഗ്രൗണ്ട് വർക്ക് ഒക്കെ നമ്മൾ പഠിച്ചു, അതിന്റെ ഫ്ലോസ് മനസ്സിലാക്കിയല്ലേ, പോരായ്മകളൊക്കെ മനസ്സിലാക്കി. ഇതൊരു ലോങ് റണ്ണിൽ ഓടാൻ പറ്റുന്ന ബിസിനസ് ആണ്. അതെ, പെട്ടെന്ന് ഓടും. കോമ്പറ്റീഷൻ വളരെ കുറവ്, കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം പാടുവാണ്, ആർക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്കിൽഫുൾ ആയിരിക്കണം ഈ സാധനം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ സ്കിൽഫുൾ സാധനം നമ്മളുടെ ഓൺട്രപ്രനർ ജേണിയിൽ ഫസ്റ്റ് നമുക്ക് ഫൈനാൻഷ്യൽസ് നോക്കാമല്ലോ. നമ്മൾ ആദ്യത്തെ സംരംഭമല്ലേ. ശരിയാണ്, നമ്മൾ കാണിച്ചു തരാം നമ്മൾ എത്രയാണ് ചെലവാക്കിയത്, എത്രയാണ് നമുക്ക് റിട്ടേൺ വരുന്നത്, എത്ര ലാഭം കിട്ടി, ഇതിന്റെ ROE എത്രയാണ് നമ്മൾ പറഞ്ഞത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തായാലും ബാക്കിയായിട്ട് കാണാം. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സ്റ്റഡി ചെയ്യണോ? ഇല്ല, ഇത് മതി. എനിക്ക് ഒരിടത്ത് സ്റ്റഡി ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ഇനി ഒന്നും കൂടെ കഴിക്കണ്ടേ? അത്ര സ്റ്റഡി ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ബിസിനസ് ജേണി ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ നമുക്ക് രാവിലെ തന്നെ നാളെ ഇതിന്റെ തുടക്കം, ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, പ്രൊക്യൂർമെന്റ്, പിന്നെ കുറച്ച് എന്തൊക്കെയാ ചെയ്യണം അല്ലേ, വായിലൊന്നും പറഞ്ഞില്ല. അതായത് ഇപ്പൊ നമ്മളുടെ പ്ലാനിങ് ഫേസ് ആണ് കഴിഞ്ഞത്. ഇനി നമുക്ക് എക്സിക്യൂഷൻ ഫേസ് ഉണ്ട്, പ്രിപ്പയറിംഗ് ഫേസ് ഉണ്ട്, എക്സിക്യൂഷൻ. പിന്നെ നമ്മള് ഇത് മാത്രമല്ലല്ലോ, കുറച്ച് ആൾക്കാരെയും കൂടെ സംഘടിപ്പിക്കണം. അത് വേണം, നമ്മൾ മാർക്കറ്റ് ചെയ്യണം. പിന്നെ ഈ 20 ലിറ്ററിന്റെ ഒന്നും പോരാ, കുറച്ചുകൂടെ വലിയ സാധനം തന്നെ വാങ്ങിക്കണം. വേണം. കാര്യം നമുക്ക് അര ഗ്ലാസ് ചായ നമ്മൾ കൊടുക്കൂല, നമ്മൾ നല്ലോണം. നമ്മൾ രാത്രി എത്ര മണി വരെ കാണും? നമ്മളൊരു 4-5 മണിക്ക് ചെയ്ത് തുടങ്ങാം. 4-5 മണിക്ക് തുടങ്ങിയിട്ട് ഒരു രാത്രി ഒരു 10-11 മണി വരെ തീരണവരെ ചെയ്യാം. തീർന്നത് ശരിയാ. 10 ദോശ ചുടുമ്പോൾ ചുടാൻ പറ്റില്ലല്ലോ. തീർന്നത്. അപ്പൊ ഗൈസ്, ഈ കാര്യങ്ങളെല്ലാം നാളെ നമ്മളെ ബിസിനസ് സംരംഭം, ആദ്യത്തെ ബിസിനസ് സംരംഭമാണ് നാളെ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരെയും അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണമേ. കളങ്കമില്ലാത്ത ഈ ബിസിനസ്, അതും പുതിയൊരു സാധനം, പുതിയ പുത്തനാശയം നിലനിൽക്കണേ എന്നു ഇത് വലിയൊരു പ്രസ്ഥാനമായി മാറണം. നമ്മൾ നാളെ സക്സസ് ആവണമെങ്കിൽ ഫ്രാഞ്ചൈസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് അല്ലേ, അതിന് വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കണം. അപ്പൊ നാളെ കാണാം. അപ്പൊ ഗൈസ്, നമ്മുടെ സംരംഭത്തിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ വാങ്ങി. നമ്മൾ പൈസ ഒന്നും നോക്കിയില്ല, ക്യാപിറ്റൽ അങ്ങ് ഇറക്കി. ഹൈ ക്വാളിറ്റി സാധനങ്ങൾ മാത്രം.
അമൂലിന്റെ ബട്ടർ, ഹോൾ മിൽക്ക്, 4.5%. അതെ മിൽക്ക് മെയ്ഡ്. പിന്നെ ഇത് ബണ്ണ്, നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് മെയ്ഡ് ബണ്ണ്. അതെ അതെ, നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചതാണ്. ഒരിടത്തും കിട്ടാനില്ല ബണ്ണ്, നമ്മളിത് പറഞ്ഞ് നിന്ന് ക്യൂ നിന്ന് വാങ്ങിയ ബണ്ണാണ്. അതെ, ബാക്കി ചാക്കിലുണ്ട്. റെക്കമെൻഡേഷനിൽ കിട്ടിയ ബണ്ണ്. അതെ പൈസ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി. അതെ, നമ്മള് ഹൈജീന് വേണ്ടിയിട്ട് ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ശേഷം വിസ്കർ മേടിച്ചിട്ടുണ്ട്. അത് വിസ്കർ കോപ്പറിന്റെ ആണ് കേട്ടോ. ഇത് നമ്മൾ ഗ്ലാസ് വേസ്റ്റേജ് നമ്മൾ സമ്മതിക്കൂല, ഫ്രണ്ട്ലി ആണ്. നമ്മള് ഇത് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് ആദ്യം എന്തോന്നാണ് ചെയ്യുന്നത്? നമുക്ക് മറ്റേ പാല് തിളപ്പിക്കാം ഫസ്റ്റ്, എന്നിട്ട് ചായക്കുള്ള പാല് നമുക്ക് തിളപ്പിക്കാം. അതെ, അപ്പൊ ഗൈസ് നമുക്ക് പാൽ ഒഴിക്കാം. നമ്മളിവിടെ 6 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് കുറുക്കുന്നത്. എന്ന് വെച്ചാ ഇത് കൂട്ടാനല്ല, ചായ കൂട്ടാനല്ല, ഇത് സാധാരണ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത് കുറയ്ക്കും, നമ്മുടെ ഈ വെള്ളം ഇത് കുറച്ച് വരും, ഇത് കുറുകും, ഇതിരുന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാം, ഇതിന്റെ മസ്ക. മസ്കയല്ല, അതുണ്ട്. മസ്കയല്ലടാ, നമുക്ക് തേയില ഉണ്ടാക്കണ്ടേ. എടാ ഈ ചായ പാലും ചായയൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തൊക്കെയോ സെറ്റപ്പ് ചായ ഇല്ലേ യഥാർത്ഥ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്മിടും, മറ്റേ ചായപ്പൊടി ഇട്ടിട്ട്. ഒരു പുല്ല് പറഞ്ഞൂടാ. ഞാൻ വീഡിയോ കണ്ടില്ല, നീ ഏതിലും കണ്ട ആൾക്കാരെ കാണണ്ടേ? ഇവന്മാരൊക്കെ ഇതിനെക്കുറിച്ച് വിവരമില്ല, നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് തേയില ദമ്മിട്ടെടുക്കാം, ഈ തേയില വെള്ളം മാത്രം. അതെ അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് വെള്ളം തിളപ്പിക്കാം. അതെ, വെള്ളം ഒഴിച്ചു. ഇതിൽ ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളം കൊള്ളും. നമ്മൾ കുറച്ച് നേരത്തെ അളന്നായിരുന്നു. ഏകദേശം അത്രയും മതി. 4.5 ലിറ്റർ ഉണ്ടെന്നോ? ഓക്കെ, ഇനി നമുക്കിത് കത്തിച്ചിട്ട് തിളപ്പിക്കാം. യെസ്, ഓക്കെ. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അതില് തേയിലയും പിന്നെ കാരണം നമുക്ക് അതെ, നമുക്കിത് ഒരു സബ്സ്ക്രൈബർ അയച്ചതാണ്. പുള്ളിയുടെ തോട്ടത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ദമ്മിടാം. അതിന് വേണ്ടിട്ട് തേയില കുറച്ചിടാം. എത്ര തേയില ഇടണം? 4 ടീസ്പൂൺ. നമുക്കൊരു അല്ല, അളവ് തെറ്റിയാൽ നമുക്ക് അടച്ചു വെക്കാൻ ടീസ്പൂൺ ഇതാണ്, ടീസ്പൂൺ ഇതാ അല്ല ടേബിൾ സ്പൂൺ ഇതാണ്. ഇത് ടേബിൾ സ്പൂൺ അല്ല, കപ്പിലിടാറാണ്. ഇതാണ് ടീസ്പൂൺ. ഇതാണ് ടീസ്പൂൺ. അതെ, ഇത് എത്ര പേർക്കുള്ള ചായയാണ്? നമ്മൾ ഇതില് 4 ലിറ്റർ വെള്ളം, മൊത്തം ഒരു 100 പേർക്കുള്ള ചായ ഉണ്ടാക്കണുണ്ട്. നമുക്കൊരു 10 ഇത് 1/8 കപ്പാണ്, 30. ഒരു ചായക്ക് 1 സ്പൂൺ ആണെങ്കിൽ 100 സ്പൂൺ തേയില ഇടണം. 100 സ്പൂൺ തേയില. നമുക്കൊരു 10 എടാ ഫുള്ള് തേയില ഇപ്പൊ ഇതിലല്ലേ ഇടണം. ഇനി വേറെ തേയില പിന്നെന്താ 2-3 സ്പൂണൊക്കെ 10-20 സ്പൂൺ ഒരു കണക്കിലങ്ങ് ചെയ്യും. നമ്മളിതൊരു കൈ കണക്കിലാണ് ഇടുന്നത്. ഇതിലൊരു 3-4 ഇടാം. 1 തിളക്കണമെന്നില്ല. 2 3 പോരെ. എന്ത് 100 ചായക്കാ? 100 ചായക്കാ? എടാ ഇവൻ മണ്ടേ, ഇവനൊന്നും അറിഞ്ഞൂടാ. അവസാനം കടുപ്പായി പോകും കേട്ടാ. 100 ചായ എടാ 100 ടീ ഗ്രാം 150 തൊട്ട് 200 ഗ്രാം ടീ പൗഡർ. എടാ ഇത് മൊത്തം 1/2 കിലോയാണ്. അതിന്റെ ഇത് എത്ര ഗ്രാം എടുത്തെന്നാണ് നിങ്ങൾ പറയണത്? ഒരു 100 ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട്. ഗ്രാം എടുത്ത് കാണൂലേ ഇപ്പം? 100 ഗ്രാം എടുത്ത് 200 ഗ്രാം അല്ലേ? ഒരു സ്പൂൺ കൂടെ ഇടുന്നത്. അതുകൊണ്ട് ഇട്ടാ മതിയെ, കൂടുതലാക്കണ്ട. ഒന്നുകൂടെ ആക്കിയാ പറഞ്ഞോലെ 200 ചിലപ്പോ. ഒന്നുകൂടെ മതിയടാ. ലൈറ്റ് ചായ, ലൈറ്റ് ചായ. കുറച്ച് ഇവിടെ വരെ ഇടുന്നു. ഇത് ചായപ്പൊടിയാണ്ടാ. നമുക്ക് 250 ഗ്രാമിന്റെ ഒരു തർക്കമുണ്ട്. വെറുതെ ഈ സാധനം പുറത്തെടുത്തില്ലേ? അതെന്ന് പറഞ്ഞാൽ 1/2 കിലോയുടെ സാധനമല്ലേ, അപ്പൊ അതിന്റെ 1/4 പാക്കറ്റെങ്കിലും ഇടണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ബിസിനസ് സംരംഭം അത്ര ഇത് പാടാണ് ഗൈസ്. അല്ലെങ്കിൽ 1-2 പാർട്ട്നേഴ്സേ പാടുള്ളൂ. ഇനി നമുക്ക് ഇതില് കാർഡമ വേണം. ഇത് കുറച്ച് ഈ പട്ട കുറച്ച് ശ്രീലങ്കയിലാണോ? അല്ല, സൈലന്റ്. കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പ്, ഇതൊക്കെ ഓപ്ഷണലാണ്. ചിലർ ഇഞ്ചി ഇടും. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. നമുക്കിത് കുറുക്കണം. കുറുക്കി ഒരു നല്ല ഇതാവും. അപ്പൊ നമ്മള് തേയില ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയണം. അപ്പൊ നമുക്ക് കുറച്ച് ഇതില് ആവശ്യത്തിന് മധുരം ചേർക്കണം. ഷുഗർ ഒക്കെ ഉള്ളവര് കുറച്ച് ചേർത്തതാണ്, അല്ലാത്തവര് കുറച്ച് കൂടുതൽ ചേർത്തു. നമുക്ക് അവസാനമാണെങ്കിൽ നോക്കാം. ഞാൻ ഉദ്ദേശിച്ച് ഇത് മൊത്തം തട്ടും. അത് മൊത്തം വേണ്ടി വരും. ഇത് തൽക്കാലം നമുക്ക് നോക്കാം. കുറച്ച് ഇട്ടോളാം. അത് മൊത്തം വേണ്ടി മൊത്തം ഇട്ടുകൂടാ.
ഇത്രയും പാലിന് അത് കുറവാ. പകരയോ എന്നിട്ട് ബാക്കി നോക്കാലോ. പക്ഷെ ഇത് നീ ഇതിൽ ലാഭിക്കണ്ടേ? അപ്പൊ ഈ ചായയുടെ സംഭവം അവിടെ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് മസ്ക ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും പ്രീമിയം റോ മെറ്റീരിയൽസ് ആണ് വാങ്ങുന്നത്. ഫസ്റ്റ് തന്നെ അമൂൽ. നമ്മളെ കരിയറിൽ തന്നെ ഇത്രയും ബട്ടർ നമ്മൾ കണ്ടിട്ടില്ല. അതായത് 1/2 കിലോ ബട്ടർ. നിങ്ങളിത് തണുപ്പ് മാറി ഒന്ന് സോഫ്റ്റ് ആവണ വരെ പുറത്ത് വയ്ക്കണം. എന്നിട്ട് വേണം വിസ്കി. ഒത്തിരി പാടാണ് കേട്ടോ. വിനോദിനെ ഹാൻഡിൽ ബാറ്റിൻ കൈമാറുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല വേണ്ട, അടിച്ചാ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചാലോ? ഇപ്പൊ വേണ്ട. ഇത് അവനെ എന്റെ പോലെ ഇത് കമ്പി ഒടിഞ്ഞു പോകണം. ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കൂല. കുറച്ചുകൂടെ മെൽറ്റ് ആവണോന്ന് തോന്നുന്നു. ഈ മസ്കയുടെ ഇൻഗ്രീഡിയന്റ് ഇത് മാത്രമേ ഉള്ളൂ. അല്ല, മസ്കയിൽ ബട്ടർ ഉണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു കുറച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാനിലയാണ്. അപ്പോൾ വാനില എസൻസും പിന്നെ കുറച്ച് പഞ്ചസാര മധുരത്തിന് ഇടാം. അത് ഓപ്ഷനിലാണ്. ചിലരിടാറില്ല, ചിലരിടും. അപ്പോൾ നമ്മൾ ഹൈജീൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ചിലപ്പോൾ അതിലൊരു മയം കിട്ടും. അഖിലേഷ് പറഞ്ഞ് ചൂട് പാല് കുറച്ച് ഒഴിക്കാം. പാല് വേണമെങ്കിൽ ഒഴിക്കാം. പാല് കുറച്ച് ഒഴിക്കും സാധാരണ. പാലല്ലെങ്കിൽ ക്രീം ചിലർ ഒഴിക്കും. ഇപ്പൊ സെറ്റ് ഇല്ല, സെറ്റ് എടാ, ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. മിക്സിയിൽ എടുത്തിട്ട് ഒരു അടി അടിച്ച് വേണ്ട വേണ്ട, നിന്റെ ഐഡിയ നടക്കൂല. റിജക്റ്റ് ചെയ്തിരിക്കുന്നു. നീ ഇതിൽ അഭിപ്രായമായി പറയണ്ട. നമ്മൾ ഇതിന് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് വാനില എസൻസ് ചേർക്കുന്നു. വളരെ മേമ്പൊടിക്ക് മാത്രം ലേശം. ഇത്രയും പോരാടാ? എന്തോ എനിക്കറിയില്ല. ഇത്രയും ഒഴിക്കാം. പിന്നെ ഇത് അടിച്ചുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ അടിച്ച് ക്രീം ആവണം. ക്രീമാക്ക്. അവിടെ പാലും ബട്ടറും വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ദമ്മ് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റില്ല. വെട്ടിത്തിളയ്ക്കുന്നു. അതെ, വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ? കുറച്ച് അല്ലെങ്കിൽ വെളിച്ചാണ്. കണ്ടോ? ഇത് നല്ല തേയിലയുടെ മാക്സിമം ഇത് ഊറ്റിയെടുക്കും. മൊത്തമാവുന്നു ഇതിന്റെ മണം അടിച്ചിട്ട്. നല്ല മണം. ഇനി തിളക്കട്ടെ, കുറച്ചുകൂടെ തിളക്കട്ടെ. തിളച്ച് കുറുകട്ടെ. തേയിലയുടെ എല്ലാ ഫ്ലേവറും ഇതിനകത്ത് ഇറങ്ങണം. അപ്പം നമ്മൾ ചായ ഏകദേശം തമ്മ് ശരിയായി. നമ്മൾ കുറച്ച് അരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു നോക്കാം, കടുപ്പം ഒന്നറിയാൻ വേണ്ടിയിട്ട്. പൊക്കി. അപ്പോൾ ഗൈസ്, നമ്മുടെ ചായ റെഡിയാണ്. ചായ ഇനി ഇതിലോട്ട് ഒഴിക്കാൻ പോവാണ്. അത് പുറത്ത് പോകും തോന്നുന്നു. ഗുഡ്. അങ്ങനെ കുറച്ച് നേരം നിൽക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് സീൽ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഗൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ്. കാറിൻ്റെ അകത്ത് ബണ്ണും മസ്ക ഇവിടെ ഉണ്ട്. കച്ചവട തന്ത്രമാണ് നിങ്ങൾ. അതെ, ഇതൊരു നമ്മളൊരു ടെസ്റ്റ് ആണ്. ഇനി വരാൻ പോകുന്നത് നിങ്ങൾ കണ്ടറിയാം. ബിസിനസ് സ്റ്റഡീസ് 1.1. അങ്ങനെ നമ്മൾ അവസാനം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. KOC. അതെ, ഇവിടെ ഈ സ്ഥലം ഒരുക്കി തന്ന KOCക്ക് ഹ്യൂജ് ഷൗട്ട് ഔട്ട്. ആൾക്കാരൊക്കെ അതിന് മുന്നേ വന്നു ഗൈസ്. അതാണ്ട് ഇവിടെ ക്യൂ ആണ് ഗൈസ്. അവര് ചോദിച്ചു തീർന്നോ സാധനം. പിന്നെ വ്ളോഗിൽ ഒരു ചേഞ്ച് ഉണ്ടല്ലേ? അതെ, വ്ളോഗ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ റെസിപ്പി ആയിട്ട് വരും. ഇത് നമ്മൾ ലൈവ് ആയി. അതെ, കച്ചവടം ലൈവ് ആയിട്ടായിരിക്കും ഇടുന്നത്. അത് നമുക്ക് കുറെ റിക്വസ്റ്റ് വന്നു, നിങ്ങൾക്ക് ലൈവ് ഇട്ടൂടെ എന്ന് ചോദിച്ചു. സ്റ്റോറി ഇട്ടപ്പോഴും ഒരുപാട് പേര് ലൈവ് ഇടുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്തായാലും ഇത് ഇവിടെ വെച്ച് എന്ത് പറ്റി? ഒരു ചെറിയ പ്രശ്നം. ഓ മൈ ഗോഡ്, എന്ത് വെച്ച് ക്യാമറ ലീക്കായോ? അത് നമ്മ ക്ലീൻ ആക്കാം. ചായ ഇല്ലടാ. എന്റെ വണ്ടി പോയല്ലോ. എവിടെ പരിപാടി ആൾക്കാർ പറയേ ഉള്ളൂ. ചായ കളഞ്ഞിട്ടില്ല, മൊത്തം ഇവിടെ തന്നെ ഉണ്ട്, കളഞ്ഞിട്ടില്ല. മതി ഒരു സ്പോഞ്ച് വാങ്ങിയിട്ട് നമുക്ക് കോപ്പി എടുക്കാം. അതവിടെ ലോക്കാണ്. ചെറിയൊരു പ്രശ്നം പറ്റി ഇവിടെ പരിപാടി. അല്ല, വണ്ടി തുറന്നപ്പോൾ നല്ല മണം കിട്ടി. പക്ഷെ അപ്പോഴും നമ്മൾ നോക്കിയപ്പോൾ കളഞ്ഞില്ല. ബൺമസ്ക മാത്രമായിട്ട് കൊടുത്താലും അങ്ങനെ കൊടുക്കാം. ചായ തീർന്നോ എന്ന് പറയാം ഗൈസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും തളരില്ല. അഖിലാസ് തളർന്നു, എനിക്കത് മനസ്സിലാകേണ്ട. അപ്പൊ ഇനി എന്താണ് നമ്മുടെ പ്ലാൻ? നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ നമ്മൾ തളരാൻ പാടില്ല. എല്ലാവർക്കും നമ്മൾ ചായ കൊടുക്കും. അപ്പൊ തളരാതെ നേരോടെ നിർഭയം നിരന്തരം നമ്മളിതാ ഒരു ബണ്ണ് തുറന്നു. ഇനി മസ്ക വേറെ ഫുഡ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലേ ട്രൈ ചെയ്യുന്നത്?
ഫസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അഡിക്റ്റ് ആവും അല്ലേ? ഇഷ്ടം പോലെ കൊടുത്തോ? ഒട്ടും കുറയ്ക്കണ്ട, കാര്യമായിട്ട് കൊടുക്കും. ഇങ്ങനെ എനിക്ക് തോന്നണേ ആരെയോ നമ്മൾ ചായ കുറച്ചെന്നും പറഞ്ഞിട്ടേ നമ്മൾ കുറ്റം പറഞ്ഞായിരുന്നു. അപ്പോഴേ എനിക്ക് അപ്പൊ ഇത് കഴിച്ചിട്ട് ജെനുവിൻ ഇത് തരണം കേട്ടാ. ഒരു ചായ കൊടുക്കും. ചായ തീരാത്ത. അപ്പൊ ഇന്നത്തെ ഉദ്ഘാടനം ബ്രോയാണ് കേട്ടാ. നമ്മൾ പോലും കഴിച്ചു നോക്കിയില്ല. കഴിച്ചില്ലല്ലോ നമ്മള്. ചായ കൊടുക്കുകയാണ്, റാണി ചായ. ബ്രോ ആദ്യം ഇത് കഴിക്കണം എന്നാണ് അതിന്റെ ഓ പുള്ളിയോ വീഡിയോ എടുക്കുന്നതിന്റെ ഒന്ന് മുക്കി കഴിച്ചു. മുക്കിയും കൂടെ ഒന്ന് കഴിച്ചു. അതാണ് അതിന്റെ ശൈലിയല്ല, അതിന്റെ ഒരു ഒതന്റിക് രീതി. ഇപ്പൊ നോക്കി കണ്ടോ മുക്കിയപ്പോ അതിന്റെ ഈ സാധനം നമുക്ക് വേണ്ടത്. ഇത് എത്രയും പെട്ടെന്ന് വന്നാൽ നമ്മുടെ ഇറാനി ചായ തീർന്നതിന് മുമ്പ് പെട്ടെന്ന് ഇറാനി ചായ അഞ്ച് ചായ ബാക്കി വരുള്ളൂ. ബാക്കി ഫുൾ അവന്റെ വണ്ടിയിൽ. അത് എന്നും കഴിക്കും. സെക്കൻഡ് കച്ചവടമാണ് ഇന്നത്തെ. കഴിച്ചിട്ട് പറയണം. ചായയിൽ മുക്കി കഴിക്കണം. ചായ എങ്ങനെയുണ്ട് തിന്നതിന് മുമ്പേ ആദ്യമായിട്ട് കഴിക്കണോണ്ട് കൊള്ളാന്ന്. എങ്ങനെയുണ്ട് ഉല്ലാസ് ഇന്നത്തെ നമ്മളുടെ കച്ചവടം? നല്ല ഐശ്വര്യമുള്ള തുടക്ം. നമ്മളിത് തളരാൻ പാടില്ല. എന്താണ് എന്ത് തുടങ്ങിയാലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ടെങ്കിലും അതെ, പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരിയാവും. അതൊക്കെ കർത്താവ്. അല്ലെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പൊ നമ്മുടെ പ്ലാൻ ഇനി എന്താണ്? നമ്മളുടെ പ്ലാൻ ഇനി നമുക്ക് മസ്ക മാത്രമായിട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. ചായ ഇനി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ ചായ വീട്ടിൽ പോയി ഇടണം. ചായ വീട്ടിൽ പോയി ഇടണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. പാൽ ഇവിടെ ഉണ്ട്. എവൻ്റെ കൂടെ അടുപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇടായിരുന്നു. നമുക്ക് ഇതൊന്ന് സോൾവ് ആക്കിയിട്ട് വരാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ എന്തായി? തൽക്കാലം വെള്ളം ഒഴിച്ച് കൈ തരാം. ഗൈസ് വീണ്ടും ആൾക്കാർ വന്നു. അപ്പോൾ നമ്മൾ 3 എണ്ണം വിറ്റിട്ടുണ്ട് 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് 3 അപ്പൊ ഇത് ഭയങ്കര ഇതുള്ള സാധനമാണ് കേട്ടോ. നാളെ തൊട്ട് ചായ ഇവിടെ ഒരു അടുപ്പ് കൂട്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഇട്ട് നമ്മൾ നാളെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് വന്ന് വാങ്ങിച്ചത്. വീണ്ടും ഇവിടെ ഭയങ്കര കച്ചവടമാണ്. അത് ഉടനെ തന്നെ തിരിയും സാധനം. വേറെയും കസ്റ്റമേഴ്സ് വരുന്നു. അതെ നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒന്ന് വാങ്ങി ഒന്ന് ഗിഫ്റ്റ് കൊടുത്താലോ? ബിസിനസ് നമ്മൾ ബിസിനസ് ആയിട്ട് ചെയ്യുന്നതല്ലേ. പക്ഷെ ചായ ഇല്ലല്ലോ. ചായ ഇല്ല. പൈസ മാത്രം നമ്മൾ കൊടുക്കും. നമുക്ക് വന്നാൽ ഈ ചായ ഇപ്പൊ തീരും. ഒരു 2 ചായ ഇതിൽ ബാക്കിയുള്ളൂ. തീരാ കാറിൽ പോവാതെ സത്യം നല്ല ചായ. ഒരു ബൺ മസ്ക തരും. അടുത്ത കസ്റ്റമർ. പൈസ തരാം. നിങ്ങൾ തന്നെ കുടിച്ചു തീർക്കണാടാ. നമ്മള് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യണ്ടേ? അതുകൊണ്ട് ഇവിടെ ആർക്ക് വീഡിയോ എടുത്തോണ്ട് പോണ് പുറകെ. വേണ്ടെന്ന്. കൊള്ളാം. ഇപ്പൊ നമ്മുടെ ദാസൻ ചേട്ടൻ നമുക്ക് വേണ്ടി ഇത് ട്രൈ ചെയ്യുകയാണ്. ഒരു കടി തരുവാ. ഒരു കടി സെക്കൻഡ് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് തരുന്നില്ല കടിയൊന്നും. അയ്യോ കരയുന്ന അവിടെ. അക്കൂസേട്ടൻ ട്രെയിനിങ്ങിലാണ്. ഒരു കടി തരാ. അത് ഒരെണ്ണം ഉണ്ടാക്കി നിങ്ങൾ കഴിക്കേ. കൊള്ളാമോ? എനിക്ക് വണ്ടി മുഖ്യം. എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് തരാം. അക്കൂസിനോട് ഉണ്ടാക്കി കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ കച്ചവടം. ബിസിനസ് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മളൊക്കെ തകർന്നു പോകരുത്. ഇനി എന്താണ് അതിന്റെ പ്ലാൻ ബി നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. പ്ലാൻ ബി തൊട്ടപ്പുറത്തൊരു ചായക്കട ഉണ്ട്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ആ ചായ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കും. ബണ്ണ് ഇവിടെ അതെ. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ സക്സസ് ആയിരുന്നു. ബൺമസ്ക സക്സസ് ആയിരുന്നു. 2-3 സബ്സ്ക്രൈബർ വന്നപ്പോൾ നല്ല അഭിപ്രായമാണ്.
ഒരു അഭിപ്രായം അവർ നിന്നില്ല ഇവിടെ. ഇനി ലൈവായിട്ട് നമ്മള് മൺമസ്ക വിൽക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ആ ലൈവ് കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബറും ചെയ്യുക. കണ്ടില്ലേ ബുദ്ധിമുട്ടുകൾ അതെ, അതിലൂടെ കമന്റ് ചെയ്യുക. ഇനിയും നമ്മൾ ഇതുപോലത്തെ ബിസിനസ് ചെയ്യണോ? ഞാൻ പറയാം. കണ്ടോ എല്ലാം പോയി. ഇതില് വെച്ചിരുന്ന മറ്റേ കാർപോർട്ട് ഒടിഞ്ഞു പോയി, അത് നനഞ്ഞ് സോഫ്റ്റ് ആയി, എല്ലാം പോയി. കാർ, പുതിയ കാർ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ട് വിജയിപ്പിക്കുക. അതെ നമുക്ക് ഇനി പറയാനുള്ളൂ. നിങ്ങൾ ഷെയർ ചെയ്യുക, ഇതൊരു വൻ വിജയമാക്കി മാറ്റുക. അപ്പോൾ ഗൈസ് എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ഇനി അടുത്ത ദിവസം വരാം. ഇങ്ങനെ ഏതാണ്ട് ഇതേപോലെ ആയിരിക്കും നമ്മൾ നാളത്തെ കട. ഇവിടെ ഇപ്പുറത്ത് തന്നെ ഇടണം, ഈ കട പൂട്ടിക്കണം. മിക്കവാറും ചായ മുഖത്ത് വീഴും. ശരിയാണ്, നമ്മള് ഓൾഡ് സ്കൂളിന്റെ ഫ്രാഞ്ചൈസി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ തന്നെ ഒരു 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്. അതെ അതെ അതെ. കാറ് നിങ്ങൾ ഓൺ ചെയ്യണം അല്ലേ? ഫണ്ട് നമ്മൾ തരും, ഫണ്ടും മസ്റ്റ് നമ്മൾ തരും. എല്ലാത്തിന്റെ റോയൽറ്റി എത്ര ശതമാനം? റോയൽറ്റി ഒരു 10%. 10%. നമ്മുടെ ഇറാനി ചായ അത്രയും ദാസന്റെ വണ്ടിക്കകത്ത് ഇറാനി ചായ കാണിച്ചു കൊടുക്കരുത്.